നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിഴക്കുതിക്കും ഭീമ ഇനി തൊടുപുഴയിലും. ഉദ്ഘാടനം ഏപ്രിൽ 1. ഭീമ ജോൽസ്, റോട്ടറി ജംഗ്ഷൻ, തൊടുപുഴ. തൊടുപുഴ നഗരസഭാ ലൈബ്രറി അവഗണനയിൽ. വായനാപ്രേമികൾ നിരാശയിൽ. നാഗപ്പുഴ ഇടുമ്പൻമലയിലെ പാറമടൽ നാഗപ്പുഴ ഇടുമ്പൻമലയിലെ പാറമടകൾക്കെതിരെ നാട്ടുകാർ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. ചുങ്കം സെന്റ് ജോസഫ് UP സ്കൂൾ നവതി ആഘോഷ സമാപനം ശനിയാഴ്ച. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ മേഖല മെമ്പർഷിപ്പ് കാർഡ് വിതരണം മുനിസിപ്പൽ ചെയർമാൻ TG ജോസഫ് നിർവഹിച്ചു. ഭക്തിയുടെ നിറവിൽ ആയിരങ്ങൾ തുമ്പിച്ചിമലയിൽ 40ാം വെള്ളി ആചരിച്ചു. നെടിയകാട് ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നടന്നുവന്ന പോപ്പുലർ മിഷൻ ധ്യാനം സമാപിച്ചു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം തൊടുപുഴയിൽ നടന്നു. വാർത്തകൾ വിശദമായി. അവഗണനയിൽ ഒരു ലൈബ്രറി. തൊടുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ലൈബ്രറിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. പാരമ്പര്യവും പെരുമയും ആവോളമുണ്ടെങ്കിലും 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന തൊടുപുഴ നഗരസഭാ ലൈബ്രറി അവഗണനയിൽ. പുസ്തകങ്ങളുടെ എണ്ണത്തിലും വായനക്കാരുടെ കൂട്ടായ്മയ്ക്കും ഇവിടെ കുറവില്ലെങ്കിലും നിന്നു തിരിയാൻ പോലും സ്ഥലമില്ലാതെ പരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ് ലൈബ്രറി. മഴ പെയ്താൽ ചോർച്ചയാണ് മുഖ്യ പ്രശ്നം. പഴയ ഓടിട്ട കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് വർഷങ്ങളായി. ഏതു നിമിഷവും ഷോക്കടിക്കുന്ന വിധം വയറിംഗ് ഇളകിക്കിടക്കുകയാണ്. കൂടാതെ മിക്ക ലൈറ്റുകളും കത്തുന്നില്ല, ഫാനുള്ളത് കറങ്ങുന്നുമില്ല. നാഗപ്പുഴ ഇടുമ്പൻമലയിലെ പാറമടകൾക്കെതിരെ നാട്ടുകാർ രംഗത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ശവമഞ്ചവുമായാണ് നാട്ടുകാർ കലൂർക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തിയത്. കലൂർക്കാട് പഞ്ചായത്തിലെ നാഗപ്പുഴ ഇടുമ്പൻമലയിലെ അനിയന്ത്രിതമായ പാറപൊട്ടിക്കലിനെതിരെ വ്യത്യസ്ത സമരവുമായി നാട്ടുകാർ രംഗത്ത്. അനവധി പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും എടുക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രതീകാത്മകമായി ശവമഞ്ചവുമായി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നാട്ടുകാർ സത്യാഗ്രഹം നടത്തി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അനവധി പ്രദേശവാസികൾ സമരത്തിൽ പങ്കെടുത്തു. അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് തൊടുപുഴ നഗരസഭാ ബജറ്റിൽ തൊടുപുഴ സബ് ജില്ലയിലെ വിദ്യാലയങ്ങൾക്കായി അനുവദിച്ചിരുന്ന 2.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ജമ്പിംഗ് ബെഡുകൾ നഗരസഭാ ചെയർമാൻ TJ ജോസഫ് കൈമാറി. കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു കായിക പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പളും അതുപോലെ ഹെഡ് മാസ്റ്ററും കായിക അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോർജ് ഓലിയപ്പുറം അധ്യക്ഷത വഹിച്ചു. AEO KK രാജൻ, കൗൺസിലർമാരായ ജോർജ് താനിക്കൽ, ഷിബിലി സാഹിബ്, പ്രിൻസിപ്പൽ ജോർജ് കേളകം, ഹെഡ് മാസ്റ്റർ ജോർജ് ജോസഫ്, VHSC പ്രിൻസിപ്പൽ അജിതകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശൂരിൽ നടന്ന സ്റ്റുഡൻസ് പോലീസ് സംസ്ഥാന ക്യാമ്പിന്റെ കമാൻഡർ ഇൻ ചീഫായി തെരഞ്ഞെടുക്കപ്പെട്ട മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോർജ് ഷീൻ പോളിനെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ട്രോഫി സമ്മാനിച്ചു. തൊടുപുഴ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് ലയൺസ് ക്ലബ് ചാപ്റ്റർ പ്രവർത്തനം തുടങ്ങി. ഡിസ്ട്രിക്ട് ഗവർണർ TA വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തെ മുഖ്യമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ലയൺസ് ക്ലബ്ബ് ലോകത്തെമ്പാടുമുള്ള ഒരു സംഘടനയാണ്. അതിപ്പോൾ ഏകദേശം 206 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 46,239 member of the Lions Club of Vannapuram and your sponsor will place upon your lapel which signifies your membership. Lion Sony, Lion Biju,
101st Club of the District, the Lions Club of Vannapuram. പുതിയ അംഗങ്ങളെ ചേർക്കുന്ന ചടങ്ങ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ CA എബ്രഹാം പഞ്ഞിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ലയൺസ് ക്ലബ് പ്രസിഡന്റ് R ജയശങ്കർ, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മനേഷ് P കുമാർ പ്രസിഡന്റും സണ്ണിച്ചൻ M സെബാസ്റ്റ്യൻ സെക്രട്ടറിയും ഷൈൻ സെബാസ്റ്റ്യൻ ട്രഷററും അടങ്ങുന്ന ഭരണസമിതി ചുമതലയേറ്റു. വ്യാഴാഴ്ച വൈകുന്നേരം ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാരിക്കോട് ഉണ്ടപ്ലാവ് ആയപുരയ്ക്കൽ AE ഹസീബിന്റെ വീട് ഭാഗികമായി തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും തൊട്ടടുത്ത് പറമ്പിൽ നിന്ന ഒരു ആഞ്ഞിലി മരം ഈ വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴേണ്ടത്. പെട്ടെന്ന് ശബ്ദം കേട്ട് അയൽവക്കത്തുള്ള ആളുകളെല്ലാം ഓടിയെത്തുകയും ഇവിടെയുള്ള ആളുകളെല്ലാം അത് വെട്ടിമാറ്റി പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി വെട്ടിമാറ്റുകയും ചെയ്തു. പെട്ടെന്ന് വില്ലേജിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് അസിസ്റ്റൻറ്റ് ശ്രീ കരീം സാർ ഇവിടെ എത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി വേണ്ട സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരമറിഞ്ഞ വാർഡ് കൗൺസിലർ സാബിറ ഷെരീഫ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി SM ഷെരീഫ്, വില്ലേജ് ഓഫീസർ TK അബ്ദുൽ കരീം, യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് അൻഷാദ് കൊളത്തിങ്കര, അലിയാർ തകടിയൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ചുങ്കം സെന്റ് ജോസഫ്സ് UP സ്കൂൾ നവതി ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചുങ്കം സെയിന്റ് ജോസഫ് UP സ്കൂളിൻ്റെ നവതി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും ആദരിക്കുന്നു. അവിടെ സമ്മേളനം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 സ്കൂൾ ഹാളിൽ വെച്ച് നടക്കുകയാണ്. തുടർന്ന് ഈ സ്കൂളിലെ കുട്ടികളുടെ രചനകൾ, സൃഷ്ടിപരമായ കലാപരമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട നാഴികക്കല്ലുകളുടെ മുഴുവനും ചിത്രങ്ങളും സംഭവങ്ങളും ഈ സ്മരണികയുടെ പ്രത്യേകതയാണ്. നവതി ആഘോഷ പരിപാടികളിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും, ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ക്ഷണിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വൈകുന്നേരം 5-ന് ഘോഷയാത്ര നടത്തും. തുടർന്ന് ചേരുന്ന സമ്മേളനം കോട്ടയം അതിരൂപത ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്യും. ഐഡിയ സ്റ്റാർ സിംഗർ ആൻമേരി വർഗീസ് നയിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. ഫാദർ ജോസഫ് ഈഴാറാത്ത്, ജോയി P ജോൺ, ജിനിമോൾ T ഫിലിപ്പ്, N രവീന്ദ്രൻ, ജെസി ജേക്കബ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ മേഖല മെമ്പർഷിപ്പ് കാർഡ് വിതരണം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ രംഗത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ കടന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ അതിദൂരം പുരോഗമിച്ചപ്പോൾ ഈ രംഗത്തേക്ക് ധാരാളം ചെറുപ്പക്കാർ കടന്നു വന്നു. മേഖലാ പ്രസിഡന്റ് റോഷൻ സർഗം അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി TG ഷാജി, ജില്ലാ പ്രസിഡന്റ് റോബിൻ ജോസഫ്, ജോസ് കോസ്മിക്, PJ സിറിയക്, ജിയോ ടോമി, മനോജ് ഹണി, KM മാണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭക്തിയുടെ നിറവിൽ ആയിരങ്ങൾ തുമ്പിച്ചിമലയിൽ 40-ാം വെള്ളി ആചരിച്ചു. ഗത്സമനിയിൽ നിന്ന് മലമുകളിലേക്ക് നടന്ന കുരിശിന്റെ വഴിക്ക് അറക്കുളം സെന്റ് മേരീസ് പള്ളി സഹവികാരി ഫാദർ സ്കറിയ മോളോപ്പറമ്പിൽ നേതൃത്വം നൽകി. പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോൾ ജോസഫ് കൊല്ലംപറമ്പിൽ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി. ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, റവറൻ ഡോക്ടർ ജെയിംസ് എർത്തയിൽ, ഫാദർ ഫിലിപ്പ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോലാനി ജനരഞ്ജിനി വായനശാലയിൽ വയോമിത്രം മൊബൈൽ ക്ലിനിക്ക് ഏപ്രിൽ 2-ന് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മുതൽ 3:30 വരെ നടക്കും. ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു.
തൊടുപുഴ മങ്ങാട്ടുകുല സെന്റ് ജോർജ് ഇൻഡോർ കോർട്ടിലാണ് മത്സരങ്ങൾ നടന്നത്. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. മ്രാല മാടപ്പറമ്പിൽ ക്ലബ്ബ് 1ാം സ്ഥാനം നേടി. ഉടുമ്പന്നൂർ YMCA 2ാം സ്ഥാനവും തൊടുപുഴ ന്യൂമാൻ കോളേജ് 3ാം സ്ഥാനവും നേടി. യോഗത്തിൽ സൈജൻ സ്റ്റീഫൻ, R രമേശ്, AC ജെയിംസ്, ഷാജി ഫിലിപ്പ്, KS ജോസ്, ജോർജ് തോട്ടുപുറം, സാബു ജോസഫ്, അജി സന്ദീപനി, തോമസ് സേവ്യർ, പ്രസാദ് PR ഗ്യാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെടിയകാട് ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നടന്നുവന്ന പോപ്പുലർ മിഷൻ ധ്യാനം സമാപിച്ചു. വിൻസെൻഷ്യൽ വൈദികരാണ് നേതൃത്വം നൽകിയത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പള്ളിയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടന്നു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോർജ് അറയ്ക്കൽ സമാപന സന്ദേശം നൽകി. പ്രാർത്ഥനാപൂർവം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ദൈവജനത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇതുവഴി ഇടുക്കി ജില്ലയിൽ ടൂറിസം സാധ്യതകൾ വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്താനാകും. വിനോദസഞ്ചാര മേഖലയിലെ വികസനത്തിന് പുത്തൻ ഉണർവ് നൽകാൻ പ്രതീക്ഷയേകുന്ന ടൂറിസം സർക്യൂട്ട് പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ജില്ല ഇടുക്കിയാണെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ജില്ലയിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പുതിയ വിനോദസഞ്ചാര പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ധാരാളം പ്രദേശങ്ങൾ, ടൂറിസത്തിൻ്റെ സാധ്യതകളുള്ള ധാരാളം പ്രദേശങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. ഇത്തരം ചിതറിക്കിടക്കുന്ന ടൂറിസം പ്രദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സർക്യൂട്ട് കൽപ്പന ചെയ്യുന്നു. ആ സർക്യൂട്ടിൽ അപ്പോൾ ഇടുക്കി ജില്ലയിൽ എത്തുന്ന ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമായിരിക്കുന്ന വിവരത്തിനപ്പുറമായി അതിനേക്കാൾ അനന്തമായ ടൂറിസം സാധ്യതകൾ ഈ ജില്ലയിലുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഒരു പാക്കേജാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം തൊടുപുഴയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി പീറ്റർ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. അതിന് പരിപാടിയായിട്ടാണ് പ്രാഥമിക തലത്തിൽ താലൂക്ക് തലത്തിലുള്ള നമ്മുടെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കണം, ജില്ലാ കമ്മിറ്റികളെ തെരഞ്ഞെടുക്കണം. അതിനുശേഷം 16-18 പുതിയ സംസ്ഥാന ഭരണസമിതിയെ കോഴിക്കോട്ട് എത്തിയിരുന്ന യോഗത്തിൽ തെരഞ്ഞെടുക്കുന്നതാണ്. ഈ ഇടുക്കിയിലെ സംബന്ധിച്ചിടത്തോളം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് ഇടുക്കി ജില്ലയിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. പല വിളകളുടെയും വില ഉൽപാദന ചെലവിനേക്കാൾ കുറവായതാണ് പ്രതിസന്ധിക്ക് കാരണം. വിലതകർച്ച മൂലം പല വിളകളും കർഷകർ ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് ജില്ലയിലെങ്ങും ദൃശ്യമാവുന്നത്. ഏലവും കാപ്പിയുമൊക്കെ കർഷകർക്ക് നഷ്ടമുണ്ടാക്കിയെങ്കിലും ഒരു പരിധിവരെ വില ഉയർന്നത് കൃഷിക്കാർക്ക് ആശ്വാസമായി. എന്നാൽ ഇഞ്ചി, മഞ്ഞൾ, ജാതി, ഗ്രാമ്പു തുടങ്ങിയ ഡസനിലധികം കൃഷികൾ കർഷകരുടെ പ്രതീക്ഷയെ തകിടം മറിച്ചു. കേരളത്തിലെ പ്രധാന വിളകളായ കപ്പ, ഇഞ്ചി, നാളികേരം എന്നീ 3 വിളകളാണ് നമുക്ക് ഈ സമയത്ത് വിളവെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ 3 വിളകൾക്കും ഉണ്ടായിട്ടുള്ള വിലയിടിവ് കർഷക സമൂഹത്തിനേറ്റ കനത്ത ആഘാതമാണ്. പച്ചക്കപ്പ പറിക്കുന്ന ഈ സീസണിൽ ഇപ്പോൾ കിലോയ്ക്ക് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭാ ലൈബ്രറി അവഗണനയിൽ, വായനാപ്രേമികൾ നിരാശയിൽ. നാഗപ്പുഴ ഇടുമ്പൻമലയിലെ പാറമടൽ പാറമടകൾക്കെതിരെ നാട്ടുകാർ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. ചുങ്കം സെന്റ് ജോസഫ് UP സ്കൂൾ നവതി ആഘോഷ സമാപനം ശനിയാഴ്ച. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ മേഖല മെമ്പർഷിപ്പ് കാർഡ് വിതരണം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. ഭക്തിയുടെ നിറവിൽ ആയിരങ്ങൾ തുമ്പിച്ചിമലയിൽ 40ാം വെള്ളി ആചരിച്ചു.
നെടിയകാട് ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നടന്നു വന്ന പോപ്പുലർ മിഷൻ ധ്യാനം സമാപിച്ചു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.